ഈ ദ്വാരകയിലുള്ള പോക്ക് ഞാൻ ഈ പറയുന്ന പോലെ ട്രാവൽസ് നോക്കുന്നു, ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോവാം. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ട്രാവൽസിൽ ചെല്ലുന്നു, ബസ്സിൻ്റെ കാര്യം ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഇല്ല, ഫുൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് അതും രസമാണെന്ന് വെച്ചാൽ ട്രാവൽസ് എന്ന് പറയുന്നത് ഒരു മുറുക്കാങ്കട പോലെ ഇരിക്കുക. അവിടെ ഒരാൾ നോട്ട്ബുക്ക് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലാതെ പ്രോപ്പർ നമ്മൾ ഇവിടെ കാണുന്ന പോലത്തെ ഒരു ട്രാവൽ സെറ്റപ്പേ ആയിരുന്നില്ല അന്ന് അവിടെ. അങ്ങനെ അവിടുന്ന് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു ഇതിലാണ് എനിക്ക് അവിടെയുള്ള വേറൊരു ട്രാവൽസിനാണ് എനിക്കൊരു ടിക്കറ്റ് കിട്ടുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ബസ് കയറാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ ഈ കോസ്റ്റ്യൂംസിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു വാൻ ഉണ്ട്, അതുപോലത്തെ ഒരു ബസ് അവിടെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിലാണോ ജനാഹെ ഇസ്മേ? ആ ടീക്ക് അബ് ജാओ. അപ്പോൾ ഞാൻ ചോദിച്ചു അത് സീറ്റ് നമ്പർ 1. അപ്പം ഞാൻ ഈ 1 കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു വിൻഡോ സൈഡ് വേണം. അപ്പോൾ ഓക്കെ വിൻഡോ സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ. ഇതിൽ 1 എന്ന് പറയുന്നത് ഈ വിൻഡോ സൈഡ് രണ്ടാക്കിയിരിക്കാവുന്ന സീറ്റ്, ഇതിൻ്റെ വിൻഡോ സൈഡ് ഫുൾ ഓപ്പൺ. ഞാനൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബാഗ് എന്ത് ചെയ്തു സൈഡിൽ വെച്ചു. ബസ് എടുക്കാൻ സമയമാകുമ്പോഴേക്കും ഫുള്ളായി ബസ്. ഈ ബാഗ് എടുത്ത് മടിയിൽ വെച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കാരണം ഞാനൊരു 19-20 ദിവസത്തെ ട്രാവലാണ്. അങ്ങനെ ഞാനിത് കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുക. ഈ 2 ആൾക്ക് ഇരിക്കേണ്ട സീറ്റിൽ അത് 3 ആയി. അത് കഴിഞ്ഞ് ബസ് കുറച്ചങ്ങോട്ട് പുറപ്പെടുമ്പോഴേക്കും ആ ബസ് ഫിൽഡായി. അവസാനം ഈ അനങ്ങാൻ പറ്റാത്ത അത്രയും ഇതായി. ഇതിനകത്തുള്ള ഒരു 60% ആളുകൾ മുറുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുറുക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഈ മുറുക്കിയിട്ട് ഇത് എന്ത് ചെയ്യുക, തിന്നുകയാണോ? അത് ആലോചിച്ച് 2ാമത്തെ സെക്കൻഡിൽ ആ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ആൾ നേരെ കൈ ഇങ്ങോട്ട് നീട്ടിട്ട് എൻ്റെ നെഞ്ചിങ്ങനെ ഒന്നിങ്ങനെ ഇതിനോട് ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ടങ്ങ് തുപ്പി. നല്ല സ്പീഡ് പോകുന്ന വണ്ടി, ആലോചിച്ചാൽ മനസ്സിലാവും അന്ന് തീർന്നതാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള എൻ്റെ എല്ലാ ഇൻഹിബിഷൻസും അന്ന് ഘട്ടായി.